ഹലോ ആൻഡ് ഹായ്, വെൽക്കം ടു ഇൻ്റർവെൽ. ഇന്ന് നമ്മൾ ബയോളജിയുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് എടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിയാലോ നമുക്ക് നോക്കുക. 5th ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. നോക്കുക, ഐഡൻറ്റിഫൈ ദി പ്രോസസ് ഇലിസ്ട്രേറ്റഡ് ഹിയർ എന്നാ പറഞ്ഞത്. ഈ ഒരു പ്രോസസ്സിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്താണ് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഇനി നെയിം 2 വൈറ്റ് ബ്ലഡ് സെൽസ് പെർഫോമിങ് ദിസ് ഫങ്ഷൻ. ഈ ഫങ്ഷനിൽ പങ്കെടുക്കുന്ന വൈറ്റ് ബ്ലഡ് സെൽ ആരൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ആരൊക്കെയാണ്? ഒന്ന് ന്യൂട്രോഫിൽ ഉണ്ട്, മറ്റൊരാൾ ആരാണ്? നമ്മളുടെ മോണോസൈറ്റും. സോ ഈ രണ്ട് പേരാണ് ഏത് പ്രോസസ്സിൽ പങ്കെടുക്കുന്നത്? ഈ ഫാഗോസൈറ്റോസിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫാഗോസൈറ്റോസ് എന്നുള്ളത്, നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതെന്താണ്? ഇത് നമുക്കറിയാം ഏതിൻ്റെയാണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പോർഷനാണ്, ബ്ലഡ് ക്ലോട്ടാണ്. നോക്കുക എന്താണ് ഇലിസ്ട്രേഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന്, നെയിം ദി എൻസൈം ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. എൻസൈമിൻ്റെ നെയിം എന്താണെന്നുള്ളത്. എന്താ എൻസൈമിൻ്റെ നെയിം? എന്താ മക്കളെ? നിങ്ങൾക്കറിയാം എന്താ? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. സോ അറിയാലോ അല്ലേ? ആ എൻസൈമാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കുക. ആരാണ് ഈ എൻസൈം ഫോം ചെയ്യിക്കുന്നത്? ആരാണ് ഈ എൻസൈമിനെ ഉണ്ടാക്കുന്നത്? ആരുണ്ടാക്കുക? നമ്മളുടെ ബോഡിയിലുള്ള ആരാണ്? വൂണ്ടഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. മറന്നിട്ടില്ലല്ലോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള വൂണ്ടഡ് ടിഷ്യൂസ് ആണ് ഏത് എൻസൈമിനെ ഉണ്ടാക്കുക? ത്രോംബോപ്ലാസ്റ്റിന്. സോ എൻ്റെ ആൻസറായി, ബീൻ്റെ ആൻസറായി. ക്ലിയർ അല്ലേ? നോക്കുക നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിംഫോസൈറ്റ്സ്. 2 തരം ലിംഫോസൈറ്റ് ഉണ്ട്. സോ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഈ വന്നിട്ടുള്ളത്. നോക്കുക, ഒന്ന് എന്താണ് ലിംഫോസൈറ്റ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ഇവിടെ ടി ലിംഫോസൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ആരായിരിക്കും? ഈ 1 ആരായിരിക്കും? നമ്മളുടെ ബി ലിംഫോസൈറ്റ് ആയിരിക്കും അല്ലേ? കണക്ട് ചെയ്തിട്ട് വേണം എഴുതാനേ. സോ ഇവിടെ ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ ബി ലിംഫോസൈറ്റ് ആയിരിക്കും. ഇനി നോക്കുക, മെച്യൂർ ഇൻ ബോൺ മാരോ എന്നാ പറഞ്ഞത്. നിങ്ങൾക്കറിയാം ആരാണ്? ബി ലിംഫോസൈറ്റ് ബോൺ മാരോയിൽ വെച്ചിട്ടാണ് മെച്യൂർ ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ എവിടെ വെച്ചിട്ടായിരിക്കും? കണക്ട് ചെയ്ത് എഴുതണം. സോ ഇവിടെ ആരായിരിക്കും മെച്യൂർ ഇൻ? എവിടെ വെച്ചിട്ട്? നമ്മൾ പഠിച്ചതാണ് തൈമസ് ഗ്ലാൻഡ് അല്ലേ? തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മെച്യൂർ ആകുന്ന ആളാണ് ആര്? ടി ലിംഫോസൈറ്റ്. സോ സെക്കൻഡ് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇവിടെ കണക്ഷൻ ഒന്നുമില്ല. സോ ഇതിൻ്റെ ഫംഗ്ഷൻ ആണ്. ഇവിടെ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സോ അടുത്ത് നമ്മൾ എഴുതേണ്ട സാധനം ഏതായിരിക്കും? ഫംഗ്ഷൻസ് ആയിരിക്കും. സോ ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. ടി ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാൻ ഡിസ്ട്രോയ് ആരെ? വൈറസിന് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിവുള്ള ആളാണ് ആര്? ടി ലിംഫോസൈറ്റ്. ഓർമ്മയില്ലേ? ഓക്കെ, ബി ലിംഫോസൈറ്റ് ആണെങ്കിലോ ദേ ക്യാൻ ഡിസ്ട്രോയ് ആരെ? ഇയാളും ഒരാൾ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ആരും ഡിസ്ട്രോയ് ചെയ്യുന്നത്? ബാക്ടീരിയ. സോ എന്താണ്? ടി ലിംഫോസൈറ്റ് വൈറസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, ബി ലിംഫോസൈറ്റ് ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഏത്? ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്, നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Observe the news given below and answer the questions. Okay, the worldwide endeavor to develop a safe and effective COVID-19 vaccine is now bearing fruit. ഒരു ന്യൂസ് കട്ടിങ് കൊടുത്തതാണ്. എന്നിട്ട് എന്താണ്? നമ്മൾ ഈ കൊറോണ സമയത്ത്, നമ്മൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് വന്നൊരു ന്യൂസാണ്. COVID-19 വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫ്രൂട്ട് ബിയറിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. വാട്ട് ആർ വാക്സിൻസ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ആർ വാക്സിൻ? എന്താ വാക്സിൻസ്? വാക്സിൻസ് ആർ യൂസ്ഡ് ഫോർ എന്തിനാണ്? എന്തിന് ഉണ്ടാക്കുന്ന സംഭവമാണ് വാക്സിന്? നമ്മുടെ ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് വാക്സിൻസ്. പിന്നെ പറഞ്ഞത് എനി 2 കമ്പോണൻസ് യൂസ്ഡ് ഇൻ വാക്സിൻസ്. വാക്സിൻസിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്.
നമ്മളൊരു 3 കമ്പോണൻസ് പഠിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് അതിൽ എളുപ്പമുള്ള 2 പറയുകയാണെന്നുണ്ടെങ്കിലേ മക്കളെ, ഒന്നെങ്കിൽ ഒരു വാക്സിൻ്റെ കമ്പോണൻറ്റ് ന്യൂട്രലൈസ്ഡ് ടോക്സിൻ വെച്ച് ആവാം, ഒന്നെങ്കിൽ ന്യൂട്രലൈസ്ഡ് ടോക്സിൻ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി സെല്ലുലാർ പാർട്ട് ഓഫ് പാത്തോജൻ. ഒരു പാത്തോജൻ്റെ സെല്ലുലാർ പാർട്ടുമാകാം എന്ത് വാക്സിൻ്റെ കമ്പോണൻസ്. നമ്മൾ 2 എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 3 പഠിച്ചിട്ടുണ്ട്. സോ ഒരു 2 ആൾക്കാർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 വാക്സിൻസ്. വാക്സിൻസിൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞത്, 2 വാക്സിൻ്റെ പേര് എഴുതാൻ. ഇത് നമുക്ക് എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോ വാക്സിനുകളുടെയും പേര്. അതിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 4ാമത്തെ ചാപ്റ്ററിലും വരുന്ന, അതുപോലെ തന്നെ 5th ചാപ്റ്ററിലും വരുന്നൊരു വാക്സിൻ്റെ നെയിം ഉണ്ട്. ഏതാ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഏതാണ്? BCG. ഒരു വാക്സിനായി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അപ്പടിക്കുന്ന സാധനം TT. ഓർമ്മ ഉണ്ടാവുമല്ലോ, എളുപ്പമല്ലേ? BCG, TT. ഇനി അതല്ലെങ്കിൽ OPV ഉണ്ട്, MMR ഉണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ വേറെ ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് വാക്സിൻ്റെ ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ള സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ്. ബ്ലഡ് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ആൻറ്റിജൻ കൊടുത്തിട്ടുണ്ട്, 3 ആൻറ്റിജൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻറ്റിജൻ A എന്ന് പറയുന്നത് നില്ലാണ്. ദാറ്റ് മീൻസ് ആൻറ്റിജൻ A ഇല്ല. പിന്നെ ആരുള്ളത്? ആൻറ്റിജൻ B പ്രസൻ്റ് ആണ്. ആൻറ്റിജൻ D എന്ന് പറയുന്നത് എന്താണ്? നില്ലാണ്. ദാറ്റ് മീൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കാം, ആൻറ്റിജൻ Aയും Bയും വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നെയിമിങ് കൊടുക്കും. ദാറ്റ് മീൻസ് ഇവിടെ B മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ്? B ആയി. ഇനി D ഉണ്ടെങ്കിൽ, ഇഫ് D ഈസ് പ്രസൻറ്റ് ദെൻ ദി ബ്ലഡ് ഈസ് പോസിറ്റീവ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? D എന്ന് പറയുന്ന ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ബ്ലഡ് പോസിറ്റീവ് ആകും, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആയിക്കാരം. സോ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് B നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് ഏത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്ലാന്റ്സിൻ്റെ ഡിഫെൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ അതിൽ വരുന്നത് എന്നുള്ളത്. സോ ബാർക്ക് കൊടുത്തിട്ടുണ്ട്, ബാർക്കിൻ്റെ ഡിഫെൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോന്നിട്ട് ഇവിടെ ഒരു 1 കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി പാർട്ട് ഇൻഡിക്കേറ്റഡ് 1. ഓക്കെ, 1 ഏതാ? വെൽ എക്യുപ്ഡ് റെസിസ്റ്റൻറ്റ് കോട്ടാണ് ചോദിച്ചത്. ഒരു റെസിസ്റ്റൻറ്റ് കോട്ട് ഉണ്ട്, അത് ഏതാണെന്നാണ് ചോദ്യം. ഏതാ കോട്ട്? സോ ഫസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും? സെൽവാളാണ്. ഒരു കോട്ടായിട്ട് മാറുന്നത്, റെസിസ്റ്റൻറ്റ് കോട്ടായിട്ട് മാറുന്ന ആരാണ്? സെൽവാളാണ്. ഇനി നോക്കാം, B ക്വസ്റ്റ്യൻ. നെയിം എനി 2 കെമിക്കൽസ് വിച്ച് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദി പാർട്ട് ഇൻഡിക്കേറ്റഡ് 1. ഇയാൾക്ക് സെൽവാളിന് റിജിഡിറ്റി കൊടുക്കുന്ന ഏതെങ്കിലും കെമിക്കൽസിൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞത്. 2 കെമിക്കൽസ് വേണം. നമ്മൾ 3 കെമിക്കൽസിൻ്റെ നെയിം നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ലിഗ്നിൻ ആവാം, അല്ലെങ്കിൽ സ്യൂബറിനാവാം, അതുമല്ലെങ്കിൽ 2 എഴുതിയാൽ മതി. ഒന്നും കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ടിൻ. ഈ 3 കെമിക്കൽസ് ആണ് ഏതിലുള്ളത്? സെൽവാളിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് C ക്വസ്റ്റ്യൻ. ഹൗ ഡു ദി ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് 1 ആർ പ്രിവെൻറ്റഡ് ഫ്രം എൻറ്ററിങ് ദ സെൽ? സെൽവാളിനെ എൻട്രി ചെയ്തു പോകുന്ന, സെൽവാളിനെ മറികടന്നു പോകുന്ന ഒരു ജേമിനെ നമ്മൾ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാന്ന് ചോദിച്ചത്. സോ ഇതൊരു 4ാമത്തെ മെത്തേഡാണ്. 4ാമത്തെ ഡിഫൻസ് ആയിട്ട് വരുന്നത് നമ്മൾ പഠിച്ചതാണ്. കാലോസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലേ? സോ കാലോസ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിഫെൻഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് ആ ഒരു ചാപ്റ്റർ നമ്മൾ തീരുകയാണ്. നമ്മൾ നെക്സ്റ്റ് 6th ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 6th ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മയില്ല, നമ്മൾ ജെനറ്റിക്സിൻ്റെ ചാപ്റ്റർ. ഓക്കെ, സോ ആ ചാപ്റ്റർ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്നുള്ളത്. അല്ലേ? ഓക്കെ, സോ ഈ ഒരു സാധനത്തിന് കൊടുത്തിട്ടുണ്ട്, ഇതിനെ അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു ഇലിസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ എന്താണെന്ന്. വാട്ട് ഡസ് ദി ഫിഗർ ഇൻഡിക്കേറ്റ്? ഈ ഫിഗർ എന്തിൻ്റെ ഫിഗർ ആണെന്നാണ് ചോദിച്ചത്. ഓർമ്മയുണ്ടാവും നമുക്ക് അല്ലേ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചൊരു സാധനമാണ്, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഏതാണ്? ന്യൂക്ലിയോടൈഡ് ആണിത്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് ആണ് ഈ കാണുന്നത്. വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ് ടു? ഏത് ന്യൂക്ലിക് ആസിഡാണ് ഇത് ബിലോങ് ആയിട്ടുള്ളത്? ആൻഡ് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതാണ് B ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ന്യൂക്ലിയോടൈഡിൻ്റെ നൈട്രജൻ ബേസ് ആരാ വന്നത്? T ആണ് വന്നത്. ദാറ്റ് മീൻസ് ആരാണ്? തൈമിനാണ്. തൈമിൻ വരുന്ന നൈട്രജൻ ബേസ് ഏതാ?
അത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? DNA മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ അതിൻ്റെ റീസൺ? ബിക്കോസ് തൈമിൻ ഈസ് ഓൺലി സീൻ ഇൻ എവിടെ? DNA. സോ അതിൻ്റെ ആൻസറായി തൈമിൻ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, DNA മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓർത്തു വെക്കണം. ഇവിടെ ഒരാളും കൂടി കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ആര്? യുറാസിലുണ്ട്. യുറാസിൽ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? RNA മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ആ സംഭവം ഓർമ്മ വേണേ. നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, ക്രോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഏത് 6th ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. ദ ഹൈബ്രിഡൈസേഷൻ പ്രോസസ് ഓഫ് ടാൾ റൗണ്ട് സീഡഡ്, എന്തൊക്കെയാണ്? ടാൾ റൗണ്ട് സീഡഡ് പ്ലാന്റ് വിത്ത് എ ഡ്വാർഫ് wrinkled seed plant is illustrated below. സോ എന്തൊക്കെയാണ് ഇലിസ്ട്രേഷൻ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഐഡൻറ്റിഫൈ ആൻഡ് ഫിൽ 1 and 2. 1 and 2 ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. സിമ്പിളാണ്. എന്തായിരിക്കും 1? സോ നോക്കുക, ഇവിടെ ക്യാപിറ്റൽ T ഉണ്ട്, 2 ക്യാപിറ്റൽ T ഉണ്ട്, 2 ക്യാപിറ്റൽ R ഉണ്ട്, 2 സ്മോൾ ലെറ്റർ T ഉണ്ട്, 2 സ്മോൾ ലെറ്റർ R ഉണ്ട്. ഓക്കെ, ഇതെടുക്കുന്ന സമയത്ത് നോക്കുക, ഇവിടുന്ന് ഒരു T വരും, ഇവിടുന്ന് ഒരു R വരും. സോ ഇതാണ് ഇവിടെ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ അതുപോലെ തന്നെ എന്താണ്? ഒരു സ്മോൾ ലെറ്റർ T ഉണ്ടാകും, ഒരു സ്മോൾ ലെറ്റർ R ഉണ്ടാവും. ഇതാണ് ഇവിടെ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ഏത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇതിന് താഴേക്ക് പിന്നെയും കുറച്ചും കൂടി ഉണ്ടാവാറുണ്ട്. സാധാരണ കൺക്ലൂഷൻസ് ഒക്കെ ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. മെൻ്റലെത്തിയ ഒരു കൺക്ലൂഷനൊക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 101 നോക്കിയാൽ മതി. അവിടെ ഈ സാധനമൊക്കെ ഉണ്ട്. അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ടോപ്പിക്കിൽ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ്, ഈ പാഠത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടീൻ സിന്തസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളും കയറി വരാനുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടീൻ സിന്തസിസ്. നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞത്? ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ആദ്യത്താണ് പ്രോട്ടീൻ സിന്തസൈസ്ഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് mRNA റീച്ചസ് റൈബോസോം എന്ന് പറയുന്നുണ്ട്. mRNA റീച്ചസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ് എന്ന് പറയുന്നുണ്ട്. അമിനോ ആസിഡ്സ് ആർ ആഡഡ് ബേസ് ഓൺ ദി ഇൻഫർമേഷൻ ഇൻ mRNA എന്ന് പറയുന്നുണ്ട്. tRNA brings ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അമിനോ ആസിഡ് ടു റൈബോസോം എന്ന് പറയുന്നുണ്ട്. mRNA ഫോംസ് DNA. സോ ഇത് വരുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നടക്കേണ്ടത് ഏതാണ്? mRNA ഫോം ചെയ്യണം. രണ്ടാമത് നടക്കേണ്ട സ്റ്റെപ്പ് എന്താ? mRNA റീച്ചസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താ ഉണ്ടാവുക? mRNA റീച്ചസ് ദി റൈബോസോം. ഫോർത്ത് സ്റ്റെപ്പ് ഇതാണ് tRNA brings different kinds of amino ആസിഡിനെ റൈബോസോമിൽ എത്തിക്കും എന്നുള്ളതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അമിനോ ആസിഡ്സ് ആർ ആഡഡ് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഇൻ mRNA. ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. അങ്ങനെ എന്തുണ്ടാകും? പ്രോട്ടീൻ സിന്തസൈസ്ഡ് ആവും, പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഓക്കെ, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദി ഹിൻസ് റിലേറ്റഡ് ടു RNA ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. സോ ഇവിടെയും പ്രോട്ടീൻ സിന്തസിസ് വീണ്ടും കയറി വരികയാണ്. അതേ ടോപ്പിക് തന്നെയാണ്. സോ ശ്രദ്ധിച്ചോളാം. ഇനി ക്യാരീസ് ഇമ്പൾസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, അതാണ് ഫസ്റ്റ്. 2 ക്യാരീസ് അമിനോ ആസിഡ് ടു റൈബോസോം. എന്നിട്ട് വിച്ച് RNAs ആർ ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. ഇത് കണ്ടപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് RNAകളെ കുറിച്ചുള്ള പരാമർശമാണ്. സോ നോക്കാം നമുക്ക് എന്താ വിച്ച് RNAs ആർ ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. ഏതൊക്കെ RNA ആണെന്നുള്ളത്. 1 ഏതാ? പ്രോട്ടീൻ സിന്തസിന് മെസ്സേജ് ക്യാരി ചെയ്യുന്ന ആളാരാ? മെസ്സേഞ്ചർ RNA അഥവാ mRNA. ഓക്കെ, ഇനി 2 ഏതാ? ആരാ അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുക? ട്രാൻസ്ഫർ RNA അഥവാ tRNA എന്ന് വിളിക്കുന്ന ആള്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം വേർ ദി RNA ഇൻഡിക്കേറ്റഡ് ആസ് 1 ഈസ് ഫോംഡ്. എവിടുന്നാണ് ഫസ്റ്റിലെ RNA? ഈ RNA എവിടുന്നാണ് ഫോം ചെയ്യുന്നതാണ് ചോദ്യം. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എവിടുന്നാണ്? നമ്മളിതിനെ തൊട്ട് മുമ്പത്തെ ഇതിൽ പഠിച്ചതാണ്, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എവിടുന്ന്? DNA നിന്ന് ഫോം ചെയ്യുന്നതാണ്. വിച്ച് RNA ഈസ് നോട്ട് മെൻഷൻഡ് ഹിയർ. ഇവിടെ മെൻഷൻ ചെയ്യാത്തൊരു RNA ഏതാണ്? RNA എന്ന് വിളിക്കുന്ന RNA ഉണ്ട്. ഓക്കെ, നെയിം ദ സെൽ ഓർഗനൽ ഇൻ വിച്ച് ദിസ് RNA ഈസ് ഫൗണ്ട്.
ഈ RNA കാണപ്പെടുന്ന സെൽ ഓർഗനിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാ മക്കളെ? എവിടെ കാണപ്പെടുന്നതാണിത്? റൈബോസോമിൽ കാണപ്പെടുന്ന RNA ആണ്. ദാറ്റ് മീൻസ് റൈബോസോം ഈസ് മേഡപ്പ് ഓഫ് RNA എന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് റൈബോസോമൽ RNA. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ ഏത് സെക്സ് ഡിറ്റർമിനേഷൻ്റെ ടോപ്പിക്കാണ്. സോ നോക്കുക, കുഞ്ഞുണ്ടാവുന്നതിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. ഫില്ലപ്പ് 1 and 2 എന്നാ പറഞ്ഞത്. 1ഉം 2 ഫില്ല് ചെയ്യാണ്. നോക്കുക എന്താ വരിക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് 2 റിസൾട്ട് എന്താ? എക്സും വരും. 2 എന്താ? ഇങ്ങനെ ക്രോസിങ് നടക്കും. ദാറ്റ് മീൻസ് XY വരും. ഓക്കെ, എക്സും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതാണ്? ഫീമെയിലാണ്. ഇതാണെങ്കിൽ മെയിലാണ്. ഓക്കെ, ഇനി നോക്കുക. ദി ക്രോമസോം ഓഫ് ദി ഫാദർ ഡിറ്റർമിൻ ദി സെക്സ് ഓഫ് ദി ചൈൽഡ്. ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറിൻ്റെ ക്രോമസോം ആണെന്നാണ് പറയുന്നത്. ആണ്. കാരണം എന്താ? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ബിക്കോസ് എന്താണ്? ഫാദറിൻ്റെ ക്രോമസോമിലുള്ള XY ക്രോമസോമാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ XY ക്രോമസോമാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞ് ആണും പെണ്ണുമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്കുക, ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ 7th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ 7th ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഹാസ് മെയ്ഡ് എ ഗ്രേറ്റ് ലീപ്പ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ജെനറ്റിക് ഡിസീസ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഇൻഡിക്കേറ്റഡ്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്ന ചോദ്യം. ഏതാ മക്കളെ? ഒന്ന് പറഞ്ഞാണേ. അറിയാലോ, സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററല്ലേ 7th ചാപ്റ്റർ. സോ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതാ? സംഭവം സിമ്പിളല്ലേ. ഏതാ? നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഇല്ലേ? ആ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കുക, വാട്ട് ഈസ് ദ സ്പെസിഫിക് പെക്യുലാരിറ്റി ഓഫ് ദിസ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഈ ട്രീറ്റ്മെൻറ്റ് പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചത്. എന്താ ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി, ഒരു സവിശേഷത എന്താ? വി ക്യാൻ ഇറാഡിക്കേറ്റ് എന്ത്? ജെനറ്റിക് ഡിസീസ്. നമുക്ക് ജെനറ്റിക് ഡിസീസ് എന്ത് ചെയ്യാൻ പറ്റും? ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇല്ലാതാക്കാൻ പറ്റും. ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ജെനറ്റിക് ഡിസീസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെലക്ട് ദി കറക്റ്റ് പെയർ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ. കറക്റ്റ് പെയറിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നോക്കാം നമുക്ക് എന്താ ഇതിൻ്റെ കറക്റ്റ് പെയർ. നോക്കുക, ജങ്ക് ജീനാണ്. ജങ്ക് ജീനിന് കൊടുത്തത് എന്താ? ഫങ്ഷണൽ ജീനാണെന്ന് പറഞ്ഞത്. ആണോ? അവിടെ തന്നെ പോയി നമുക്കറിയാതല്ല എന്നുള്ളത്. ഫങ്ഷണൽ ജീൻ അല്ല ജങ്ക് ജീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ? ഇന്റർ ഫോർവേഡ് ജെനറ്റിക് സിസർ ആണെന്നാണ് പറയുന്നത്. ആണോ? സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. നെക്സ്റ്റ് പറയുന്നത് ജീനോം, കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ ആണ്. അല്ലേ? ജീനോം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ. സോ അത് കറക്റ്റാണ്. സോ എൻഡോർഫിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഏത്? ട്രീറ്റ്മെൻറ്റ് ഫോർ ഗ്രോത്ത് ഡിസോർഡർ. ആണോ? അല്ല, ഗ്രോത്ത് ഡിസോർഡറിനായിട്ട് ഉണ്ടാക്കുന്നതല്ല. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ? ജീനോമാണ്. നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 8th ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് നമുക്ക്, അല്ലേ? ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ്. അവിടെ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പറയുന്നത്. സോ നോക്കുക നമുക്ക് എന്താ പറയുന്നത്. ഈ ഒരു സാധനം എന്തെന്നാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും, അല്ലേ? എന്തിനാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണിത്. ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുക എന്താണ്? 1 എഴുതണം, 2 എഴുതണം, 3 എന്താണെന്ന് എഴുതണം. അതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, നോക്കുക ഇവിടെ മോണോസാക്രൈഡ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള സാധനം എന്തായിരുന്നു? നൈട്രജൻ ബേസ് ഉണ്ടാവും, അല്ലേ? അങ്ങനെ ആ നൈട്രജൻ ബേസ് കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട്? ന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ന്യൂക്ലിയോടൈഡ് മാറിയിട്ട് ന്യൂക്ലിക് ആസിഡായി മാറുന്നു, ലിപ്പിഡ് ലെയറായിട്ട് മാറുന്നു. അങ്ങനെ ഒരു പ്രിമിറ്റീവ് സെല്ലുണ്ടാകുന്നു എന്നാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ. ഓക്കെ, സോ 1, 2, 3 ആൻസർഡായി. ആൻസർ കിട്ടി നമുക്ക്. സോ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഇതൊരു ഫ്ലോ ചാർട്ടാണ്. 8th ചാപ്റ്റർ എന്നുള്ള ഫ്ലോ ചാർട്ടാണ്. ഈ ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാകും. കാരണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ സാധനം. ഓക്കെ, ഈ ഒരു ഫ്ലോ ചാർട്ട്. സോ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ദ ഫ്ലോ ചാർട്ട് ആൻഡ് ഹിൻസ് റിലേറ്റഡ് ടു എ തിയറി ഓഫ് എവല്യൂഷൻ ആർ ഗിവൺ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദി ഫോളോയിങ് എന്നാണ് പറഞ്ഞത്. അത് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ. സോ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഓവർ പ്രൊഡക്ഷൻ നടക്കും. ഇത് എന്തിൻ്റെ
ഫ്ലോ ചാർട്ട് ഓർമ്മയില്ലേ? നമ്മൾ ഡാർവിൻ്റെ ഏത് എവല്യൂഷൻ തിയറിയാണ്. ഓക്കെ, തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ടല്ലോ. സോ അതാണ് ഇത്, അതിൻ്റെ ഫ്ലോ ചാർട്ടാണിത്. നോക്കാം നമുക്ക് എന്താണ് എന്നുണ്ടാവുക. സോ ഓവർ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഓവറായിട്ട് ഏതെങ്കിലും ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും നമ്മൾ പഠിച്ചത് അല്ലേ? സോ അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എക്സിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ദർ വിൽ ബി ടു ഓപ്ഷൻ. ഒന്നുകിൽ എന്താണ്, നോ ഫേവറബിൾ വേരിയേഷൻ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അല്ലാത്തവർ എന്ത് ചെയ്യും? നാച്ചർ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. ദേ ആർ സെലക്റ്റഡ് ബൈ നാച്ചർ. അതാണ് നമ്മൾ ഇത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അത്തരം ആൾക്കാർ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യപ്പെടും. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദി ഫോളോയിങ് ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഇതെന്താണ്? ബാക്ടീരിയ ഉണ്ട്, ഹ്യൂമൻ ബീയിങ് ഉണ്ട്. അവിടെ ATP മോളിക്യൂളാണ് രണ്ടുപേർക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടുപേർക്കും എന്താണ്? ജീൻസ് ആണ് ഹെറിഡിറ്റി ട്രൈറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രൂഫ് ഓഫ് എവല്യൂഷൻ ഡസ് ദി ഇലിസ്ട്രേഷൻ ഗീവ്? എന്ത് പ്രൂഫാണ് തരുന്നത്? എന്ത് പ്രൂഫാണ് ഇത് തെളിയിക്കുന്നത്? ദാറ്റ് വി ഹാവ് എ കോമൺ ആൻസിസ്റ്റർ. നമുക്കെല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ആണ് എന്നുള്ള പ്രൂഫ് തരുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്, ഡസ് ദി സ്റ്റഡി ഓഫ് ഹോമലോഗസ് ഓർഗൻ ഗീവ് സിമിലർ പ്രൂഫ്? ഹൗ? ഹോമലോഗസ് ഓർഗൻ ഇങ്ങനെ ഒരു പ്രൂഫ് നൽകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. എന്താ ഹോമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, അത് ആദ്യം അറിയണം. എന്താണ്? സിമിലർ സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ഫങ്ഷൻ. ഓക്കെ, ഇനി അത് എന്താണ്? പ്രൂഫാണോ? പ്രൂഫാണ്. എങ്ങനെ? എന്താ? their external anatomy അല്ലെങ്കിൽ external features are adaptation to live in their habitat. അവരുടെ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തതാണ് അവരുടെ അവരുടെ ഈ പറയുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഒക്കെ. സോ അല്ലെങ്കിൽ ഇവരെല്ലാവരും, നമ്മളെല്ലാവരും എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഹോമലോഗസ് ഓർഗാനിൽ നിന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലേ, ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് സാധനം കത്തി ഏതാന്നുള്ളത് അല്ലേ? കൂടുതലൊന്നും ആവശ്യമില്ല, ചിത്രം മതി അല്ലേ? നമുക്ക് ഓർമ്മ ഉണ്ടാകുന്ന സാധനമാണ്. നോക്കാം നമുക്ക്. an illustration related to human evolution is given. Analyze it and answer the following question. നോക്കുക, ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. റൈറ്റ് നെയിംസ് ഓഫ് കാറ്റഗറി 1 and 2. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പേര്? സർക്കോപിത്തിക്കോയിഡിയെ എന്ന് വിളിക്കുന്നതാണ്. ഏത്? ഫസ്റ്റ്. സെക്കൻഡ് ഏതാ? ഹോമിനോയിഡിയെ എന്ന് പറയുന്ന ആള്. ഓക്കെ, പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? മെൻഷൻ ദി 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം ബിലോങ് ടു ഹോമിനോയിഡിയെ. എന്തൊക്കെ ഫീച്ചേഴ്സ് അവരുടെ? ഒന്ന്, ദേ ഹാവ് ഡെവലപ്ഡ് ബ്രെയിൻ. ഓക്കെ, ഡെവലപ്ഡ് ബ്രെയിൻ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ഫീച്ചേഴ്സ് അവരത് എന്താ? ദേ ഹാവ് ഫ്രീലി മൂവബിൾ ഹാൻഡ്സും ഉണ്ടാവും. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ്. ഓക്കെ, സോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന പ്രധാന ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തു. ആ ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസും കവർ ചെയ്തിരിക്കുകയാണ്. സോ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. ഓക്കെ, ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഓഫ്. താങ്ക് യു.